സ്കോട്ട്ലൻഡിൽ ഫ്ലെമിംഗ് എന്നു പേരുള്ള ദരിദ്രനായ ഒരു കർഷകനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കെ അടുത്തെവിടെയോ ഒരു കുട്ടിയുടെ നിലവിളി കേട്ടു. കയ്യിലിരുന്ന പണിയായുധങ്ങളെല്ലാം താഴെയിട്ട് അയാൾ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടി. വയലിനടുത്തുള്ള ചതുപ്പിൽ അരഭാഗം വരെ താഴ്ന്നു കഴിഞ്ഞിരുന്ന ഒരാൺകുട്ടി രക്ഷിക്കണേ എന്ന് ഉറക്ക നിലവിളിക്കുന്നതാണ് അയാൾ കണ്ടത്. ഫ്ലെമിംഗ് ആ കുട്ടിയെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ ഫ്ലെമിംഗിൻ്റെ വീടിനു മുന്നിൽ മനോഹരമായി അലങ്കരിച്ച ഒരു കുതിരവണ്ടി വന്നു നിന്നു. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് കുലീനത്വമുള്ള ഒരു മനുഷ്യൻ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി. താങ്കൾ ഇന്നലെ രക്ഷപ്പെടുത്തിയത് എൻ്റെ മകനെയാണ്. ഞാൻ താങ്കൾക്ക് എന്ത് പ്രതിഫലമാണ് നൽകേണ്ടത്? ആ മനുഷ്യൻ ചോദിച്ചു. ഒന്നും വേണ്ട, പ്രതിഫലം ആഗ്രഹിച്ചല്ലോ ഞാൻ അങ്ങനെ ചെയ്തത്, കൃഷിക്കാരൻ സൗമ്യതയോടുകൂടി പറഞ്ഞു. അപ്പോൾ വീടിനുള്ളിൽ നിന്നും ഒരാൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതാരാ? കുതിരവണ്ടിയിൽ വന്നയാൾ ചോദിച്ചു. എൻ്റെ മകനാണ്. എങ്കിൽ ഞാനൊരു നിർദ്ദേശം പറയട്ടെ, ധനികൻ പറഞ്ഞു തുടങ്ങി. മകനൊരു നല്ല ഭാവി ഉണ്ടായി തീരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? എൻ്റെ മകനൊപ്പം അവൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അതേ സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ മകനും പഠിക്കട്ടെ. നിങ്ങളുടെ ഗുണങ്ങൾ പകർന്നു കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവൻ ഭാവിയിൽ നമുക്ക് രണ്ടാൾക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന നിലയിൽ മിടുക്കനായി തീരുമെന്ന് എനിക്കുറപ്പുണ്ട്. മകൻ്റെ ഭാവിയെ കരുതി ആ കർഷകൻ അതിന് സമ്മതിച്ചു. കൃഷിക്കാരൻ ഫ്ലെമിംഗിൻ്റെ മകൻ രാജ്യത്തെ ഏറ്റവും നല്ല സ്കൂളുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. ലണ്ടനിലെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ മെഡിക്കൽ സ്കൂളിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. പിന്നീട് മാനവരാശിയുടെ വിധി തന്നെ മാറ്റിയെഴുതിയ നൂറ്റാണ്ടിൻ്റെ കണ്ടുപിടുത്തം എന്ന് വിദഗ്ധർ വിലയിരുത്തിയ പെൻസിലിൻ എന്ന മഹത്തരമായ കണ്ടുപിടുത്തത്തിന് ഉടമയുമായി. 1945 വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ സർ അലക്സാണ്ടർ ഫ്ലെമിംഗ്. വർഷങ്ങൾക്ക് ശേഷം ഫ്ലെമിംഗ് എന്ന കർഷകൻ ചതുപ്പിൽ നിന്നും രക്ഷപ്പെടുത്തിയ ധനികൻ്റെ മകൻ കടുത്ത ന്യൂമോണിയ പിടിപെട്ട് മരണശയ്യയിലായി. കർഷകൻ്റെ മകൻ്റെ കണ്ടുപിടുത്തമായ ആ പെൻസിലിൻ അയാളുടെ ജീവൻ രക്ഷിച്ചു. റാൻഡോൾഫ് പ്രഭു എന്ന ധനികൻ്റെ മകൻ പിൽക്കാലത്ത് ഇംഗ്ലണ്ട് കണ്ട ഏറ്റവും പ്രതിഭാധനരായ ഭരണാധികാരികളിൽ ഒരാളായി മാറി. അതാരാണെന്നറിയാമോ? സർ വിൻസ്റ്റൺ ചർച്ചിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്താണ് സ്വഭാവ സവിശേഷത. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പിന്നാലെ വരും. ലളിതാ സഹസ്രനാമത്തിലെ 67ാമത്തെ നാമത്തിൽ ആദിപരാശക്തിയായ ശ്രീ മഹാദേവിയുടെ കുതിരപ്പടകളെ നിയന്ത്രിക്കുന്ന ദേവിയെയാണ് വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടികോടിഭിരാവൃത. അശ്വാരൂഢ എന്ന ദേവിയാൽ അധിഷ്ഠിതങ്ങളായ സ്വാധീനപ്പെടുത്തപ്പെട്ടിട്ടുള്ള കോടി അശ്വങ്ങളാൽ ആവൃതയായവൾ, ചുറ്റപ്പെട്ടവൾ. അശ്വങ്ങളുടെ മേധാവിയാക്കപ്പെട്ട അശ്വാരൂഢയുടെ അധീനത്തിലുള്ള കോടിക്കണക്കിന് കുതിരകളാൽ ചുറ്റപ്പെട്ടവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം വരുന്നത്. കോടിക്കണക്കിന് കുതിരകളുടെ നായികയായതുകൊണ്ടാണ് അമ്മയെ അശ്വാരൂഢാദേവി എന്ന് പറയുന്നത്. അമ്മയുടെ പാശത്തിൽ നിന്നുമാണ് അശ്വാരൂഢാദേവി ജന്മമെടുത്തത്. അമ്മയുടെ അശ്വത്തിൻ്റെ പേരാണ് അപരാജിത. അശ്വാരൂഢാദേവിയെ ഉപാസിച്ച് പ്രത്യക്ഷമാക്കിയിട്ടുള്ള ഭാസ്കരരായരോട് ഒരിക്കൽ രാജാവ് ചോദിച്ചു, കോടിക്കണക്കിന് കുതിരകൾ ഉണ്ടായാൽ ഭൂമിയിൽ എവിടെയാണ് സ്ഥലമുണ്ടാവുക? അത് കേട്ട ഭാസ്കരരായർ തൻ്റെ കമണ്ഡലുവിൽ നിന്നും കുറച്ച് ജലമെടുത്ത് രാജാവിൻ്റെ മുഖത്ത് തളിച്ചു. അതിനുശേഷം ആകാശത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് രാജാവ് ആകാശം മുഴുവനും കുതിരകളെ കൊണ്ട് നിറഞ്ഞതായിട്ട് കാണാൻ ഇടയായി. അഥ ശ്രീലളിതാദേവ്യാ ശ്രീപാശായുധസംഭവാ അതിത്വരിതവിക്രാന്തിരശ്വാരൂഢാചലത്പുര തയാ
സഹ ഹയപ്രായം സൈന്യം ഹേഷാതരം ഗിതം വ്യചലത് ഖുരകുദ്ദാല നിർദ്ധാരിത മഹീതലം അപരാജിതനാമാനമതിതേജസ്വിനം ചലം അത്യന്തോത്തുംഗവർഷ്മാണം കവികാവിലസന്മുഖം പാർശ്വദ്വയേപി പതിതസ്ഫുരത്കേസരമണ്ഡലം സ്ഥൂലവാലധിവിക്ഷേപക്ഷിപ്യമാണപയോധരം ജംഘാകാണ്ഠസമുന്നദ്ധമണികിങ്കിണിഭാസുരം വാദയന്തമിവോച്ഛണ്ഠൈ ഖുരനിഷ്ഠുരകുട്ടനൈ ഭൂമണ്ഡലമഹാവാദ്യം വിജയസ്യ സമൃദ്ധയേ ഹേഷമാണം പ്രതിമുഹു സന്ദർശിതഗതിക്രമം ആലോലചാമരവ്യാജാത് വഹന്തം പക്ഷതീവ ഭാണ്ഡൈർമനോഹരൈര്യുക്തം ഖർഖരീജാലമണ്ഡിതം ഹേഷാഘോഷസ്യ കപടാത് ഹുംകുർവാണമിവാസുരാൻ അശ്വാരൂഢാ മഹാദേവീ സമാരൂഢാ ഹയം യയൗ ചതുർഭർബാഹുവിവാശമങ്കുശം വേത്രമേവ ച ഹയവൽഗാഞ്ച ദധതി ബഹുവിക്രമശാലിനി തരുണാദിത്യസങ്കാശ ജ്വലത്കാന്തിതരംഗിണി സഞ്ചചാല ഹയാരൂഢ നർത്തയന്തേവ വാജിനം. ശ്രീ ലളിതാ പരമേശ്വരി ദേവിയുടെ പാശമാവുന്ന ആയുധത്തിൽ നിന്നും അശ്വാരൂഢ എന്ന ദേവി ആവിർഭവിച്ചു. ഏറ്റവും വേഗമുള്ള വിക്രമത്തോടുകൂടിയ ആ അമ്മ പടയുടെ മുൻനിരയിൽ സഞ്ചരിച്ചു. ആ ദേവിയുടെ കുതിരകളുടെ കുളമ്പുകളാകുന്ന കൂന്താലികൾ കൊണ്ട് ഭൂതലത്തെ പിളർത്തുന്നതും ആ വമ്പിച്ച കുതിരപ്പടയിലെ കുതിരകൾ തുടർച്ചയായി പുറപ്പെടുവിക്കുന്ന ശബ്ദം തിരമാലകൾ പോലെ എല്ലാ ദിക്കുകളിലും വ്യാപിക്കുകയും ചെയ്തു. അശ്വാരൂഢ എന്ന മഹാദേവി അപരാജിതം എന്ന് പേരായ കുതിരയുടെ പുറത്തു കയറി പടയുടെ മുമ്പിൽ തന്നെ യാത്ര ചെയ്തു. ആ കുതിര ഏറ്റവും തേജസ്സുള്ളതും എപ്പോഴും ചലിക്കുന്നതുമായിരുന്നു. അതിൻ്റെ ദേഹം ഉത്തുംഗമായിരുന്നു. കടിഞ്ഞാണുകൾ അതിൻ്റെ മുഖത്തെ ശോഭിപ്പിച്ചിരുന്നു. ഇരുവശങ്ങളിലും കുഞ്ചിരോമങ്ങൾ വീണു പ്രകാശിക്കുന്നുണ്ടായിരുന്നു. തടിച്ച വാലിൻ്റെ ചലനങ്ങൾ മേഘങ്ങളെ ചലിപ്പിക്കുന്നതുപോലെയിരുന്നു. ജംഘകളിൽ കെട്ടിയ രത്നകിങ്കിണികൾ ശോഭിച്ചിരുന്നു. ഉച്ചണ്ഡങ്ങളായ കുളമ്പടികളെ കൊണ്ട് ആ അശ്വം അമ്മയ്ക്ക് വിജയസമൃദ്ധി വരുത്തുന്നതിനു വേണ്ടി പെരുമ്പറ കൊട്ടുന്നതുപോലെയുള്ള ശബ്ദമാണ് പുറപ്പെടുവിച്ചിരുന്നത്. രണ്ടു വശവും ഇളകുന്ന ചാമരങ്ങൾ കണ്ടാൽ കുതിര ചിറകുവച്ച് പറക്കുകയാണോ എന്ന് സംശയം തോന്നുമായിരുന്നു. അതിൻ്റെ ആ ശബ്ദം അസുരന്മാരുടെ നാശത്തിനുള്ള ഹുങ്കാര ശബ്ദം പോലെയായിരുന്നു. ഉദയസൂര്യനെപ്പോലെ ജ്വലിക്കുന്ന കാന്തി തരംഗങ്ങളോട് കൂടിയവളായി മഹാപരാക്രമശാലിനിയായ അശ്വാരൂഢാദേവി 4 തൃക്കൈകളിൽ പാശം, അങ്കുശം, ചമ്മട്ടി, കടിഞ്ഞാൺ എന്നിവ പിടിച്ചുകൊണ്ട് കുതിരയെ നൃത്തം ചെയ്യിക്കുകയാണോ എന്ന് തോന്നും വിധമുള്ള ഗതിഭേദങ്ങളോടുകൂടി ചലനങ്ങളോടുകൂടി സഞ്ചരിച്ചു. അശ്വാരൂഢ എന്ന പദത്തിന് കുതിരപ്പുറത്ത് കയറിയവൾ എന്നാണ് അർത്ഥം. തുരങ്കേഷു സ്ഥിരത്വാച്ച സാ അശ്വാരൂഢേതി ഗീയതേ. ത്രിപുരാ സിദ്ധാന്തത്തിൽ ഇങ്ങനെയാണ് ഈ പേരിന് അർത്ഥം പറയുന്നത്. ലളിതാദേവിയുടെ കുതിരപ്പടയുടെ നേതൃത്വം ഈ ദേവിക്കാണ്. അശ്വാരൂഢാദേവിയുടെ നേതൃത്വത്തിലുള്ള കോടി കോടി അശ്വങ്ങളാൽ ചുറ്റപ്പെട്ടവൾ എന്ന് അർത്ഥം. ഇന്ദ്രിയങ്ങളാവുന്ന കുതിരപ്പുറത്ത് കയറി അവയെ നിയന്ത്രിച്ച്
പ്രവർത്തിക്കുന്നതാണ് മനസ്സിൻ്റെ പണി. ഒരേ മനസ്സ് തന്നെ പല ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അശ്വാരൂഢ എന്ന പദത്തെ ബഹുവചനമായി വിഗ്രഹിക്കുമ്പോൾ അനേകം മനസ്സുകളിൽ ഒരേ സമയത്ത് അനേകം ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവൾ എന്നും അർത്ഥം വരും. ലളിതാ പരമേശ്വരി ദേവിയുടെ കയ്യിലിരിക്കുന്ന പാശം എന്ന ആയുധം രാഗത്തിൻ്റെ സ്വരൂപമാണ്. അതിൽ നിന്നാണല്ലോ അശ്വാരൂഢാദേവി ജനിച്ചത്. ജീവികളെ പരസ്പരം ബന്ധിക്കുന്ന രാഗമാണ് പാശം. പരമാത്മാവ് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വാസനയ്ക്കും കർമ്മത്തിനും അനുസരിക്കുന്ന രുചികളോടുകൂടി ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആത്മാക്കളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ആ വാസനകളെയും കർമ്മങ്ങളെയും എല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന പാശത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള അശ്വാരൂഢാദേവി ഇന്ദ്രിയങ്ങളാകുന്ന അശ്വങ്ങളിൽ ആരൂഢയായി അവയെ നിയന്ത്രിക്കുന്നു. ലളിതാ പരമേശ്വരി ദേവിയെ ചുറ്റി നിൽക്കുന്ന മനസ്സുകളെ കൂടി അങ്ങനെ ഈ നാമം സൂചിപ്പിക്കുന്നു. ലളിതാ പരമേശ്വരിയുടെ അംശമായി പാശത്തിൽ നിന്നും അവതരിച്ചതുകൊണ്ട് അശ്വാരൂഢാദേവിയെ വശിന്യാദി വാഗ്ദേവതകൾ അമ്മയുടെ പര്യായ പദമായി ലളിതാ സഹസ്രനാമത്തിലും ചേർത്തു വച്ചു. ഓം അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃതായൈ നമഃ. ഓം ഓം ഹ്രീം അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃതായൈ നമഃ. തന്ത്രശാസ്ത്രത്തിൽ അശ്വാരൂഢ എന്ന ഈ അവതാരത്തിന് നൽകിയിട്ടുള്ള സ്ഥാനം ചെറുതൊന്നുമല്ല. നിരവധി ധ്യാനമന്ത്രങ്ങളും മന്ത്രപ്രയോഗങ്ങളുമുണ്ട്. 13 അക്ഷരങ്ങളാണ് അശ്വാരൂഢാദേവിയുടെ അതിവിശിഷ്ടമായ മൂലമന്ത്രത്തിലുള്ളത്. ആം ഹ്രീം ക്രോം യേകേഹി പരമേശ്വരീ സ്വാഹ. ഇതാണ് മൂലമന്ത്രം. ആഗ്രഹസാധ്യത്തിനും കഷ്ടതകൾ മാറുന്നതിനും സർവജനവശ്യത്തിനും ഭാഗ്യലബ്ധിക്കും എല്ലാം ഉത്തമമാണ് ഈ മന്ത്രവും അതിൻ്റെ യന്ത്രവും. അശ്വാരൂഢയന്ത്രം എന്നാണ് ദേവിയുടെ യന്ത്രത്തിൻ്റെ പേര്. ഈ യന്ത്രം ധരിക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യം ലഭിക്കുന്നതാണ്. ദുരിതനാശകരമാണ്, സർവജനവശ്യമാണ്. ഹ്രീം എന്ന ഭുവനേശ്വരി ബീജമന്ത്രം മധ്യഭാഗം അലങ്കരിക്കുന്നു. ആം ഹ്രീം ക്രോം യേഹി പരമേശ്വരീ സ്വാഹ. ആം ഹ്രീം ക്രോം ഐം ക്ലേം സൗ എന്നീ 2 അശ്വാരൂഢമന്ത്രങ്ങളും ഐം ക്ലേം നിത്യക്ലിന്നേ നിത്യമദ്രവേ സ്വാഹ എന്ന നിത്യക്ലിന്ന മന്ത്രവും ചേർന്ന അതിശക്തമായ ഒരു മാന്ത്രിക യന്ത്രമാണ് അശ്വാരൂഢയന്ത്രം. അശ്വാരൂഢമന്ത്രം കൊണ്ട് വശീകരണ പ്രയോഗത്തിനും മറ്റുമായി നിരവധി പ്രയോഗങ്ങൾ പല ഗ്രന്ഥങ്ങളിലും കണ്ടിട്ടുണ്ട്. ആഗ്രഹിക്കുന്നത് എന്ത് നൽകുന്നതിൽ ലളിതാ പരമേശ്വരി ദേവിയുടെ ഈ അവതാരം ഒരിക്കലും പിശുക്ക് കാട്ടാറില്ല. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ ഈ മന്ത്രം ജപിച്ച് ആഗ്രഹസാധ്യത്തിന് പ്രാർത്ഥിക്കാവുന്നതാണ്. ശത്രുക്കളെ മിത്രമാക്കി മാറ്റുന്ന അതിവിശിഷ്ടമായ ഒരു മന്ത്രം തന്നെയാണിത്. ശത്രുക്കളെ മിത്രമാക്കി മാറ്റുകയും അവർ ആത്മമിത്രങ്ങളായി എക്കാലവും തുടരുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ മഹാമന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു വലിയ അശ്വരക്ഷാസേനയിൽ നിന്ന് ലഭിക്കുന്ന സുരക്ഷയും ഐശ്വര്യവും ഭാഗ്യസിദ്ധിയുമെല്ലാം ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ലളിതാ പരമേശ്വരി ദേവി പ്രദാനം ചെയ്യുന്നു. എല്ലാ ദിവസവും ഈ മന്ത്രം ജപിക്കാം. സൗകര്യമുള്ള സമയത്ത് ശുദ്ധമായ ഒരിടത്തിരുന്ന് അശ്വാരൂഢാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ ഈ മന്ത്രം ജപിക്കുക. അശ്വാരൂഢയന്ത്രം ധരിക്കുന്ന ഫലം നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എല്ലാവരെയും ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.